Assalamualaikum dear friends, welcome back to Shamys curryworld. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അധികം എണ്ണയോ നെയ്യോ ചേർക്കാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് ഇന്ന് വരെ നിങ്ങൾ ആരും കഴിച്ചിട്ടില്ലാത്ത രുചിയിൽ ഒരു കിടിലൻ മധുര പലഹാരമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ മധുര പലഹാരത്തിന് ആദ്യം തന്നെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഞാനിവിടെ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു മിക്സിയിലെ ചെറിയ ജാർ എടുക്കുക, അതിലോട്ട് നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പേസ്റ്റ് പോലെ അരച്ചല്ല എടുക്കുന്നത്, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ തേങ്ങ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ അങ്ങ് അരഞ്ഞ് പേസ്റ്റ് ആവാൻ പാടില്ല. നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടിനൊക്കെ പൊടിക്കില്ലേ, അതുപോലെ വേണം ഇരിക്കാൻ. ഇനി നമുക്ക് ഇതിന്റെ നിറം മങ്ങാതെ ഇതിന്റെ വെള്ളത്തിന്റെ അംശമെല്ലാം മാറ്റി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ പൊടിച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വെള്ളത്തിന്റെ അംശമൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതിന്റെ വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് മാറി കിട്ടണം, അത്രേ വേണ്ടൂ. ഒരുപാടൊന്നും വെള്ളം അങ്ങ് വറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ തന്നെ ഒരു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് ഉടൻ തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു പ്ലേറ്റിലോട്ട് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ അതേ പാനിൽ തന്നെ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ചേർക്കാൻ പോകുന്നത്, പഞ്ചസാരയില്ല. അതും 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും പൊടിച്ചിട്ടെടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉരുക്കി കിട്ടും. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ പലഹാരത്തിന് കുറച്ചും കൂടെ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാർക്ക് കറുത്ത ശർക്കര ഉണ്ടല്ലോ, അത് എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റും കിട്ടും, കുറച്ചും കൂടെ കളറും കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ വെള്ള ശർക്കര ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വെള്ള ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ശർക്കര നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതിൽ എണ്ണും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കളയാം, ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു പ്രധാന ഐറ്റമാണ് നമ്മുടെ പായസം, പ്രഥമനൊക്കെ വെക്കുന്ന കടലപ്പരിപ്പ്. അത് എല്ലാവരുടെ വീട്ടിലുള്ളതാണ് നമ്മുടെ കടലപ്പരിപ്പ്. അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കുതിർക്കുമ്പോൾ 1 കപ്പായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ 2-3 മണിക്കൂർ നമുക്ക് കുതിർക്കാൻ വെക്കാം ഇത്. അപ്പോൾ ഞാനൊരു 3 മണിക്കൂർ കുതിർത്തതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞതായി ഇവിടെ 1 കപ്പാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പാണ് നമുക്ക് കിട്ടുന്നത്. 250 ml കപ്പിന് തന്നെ 1 കപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായി എടുത്ത് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പശുവും പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, നല്ല കട്ടിയുള്ള പശുവും പാൽ. ഇനി ഈ പാലൊന്ന് തിളച്ച് വരണം നമുക്ക്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് പാലൊന്ന് നമുക്ക് തിളച്ച് വരണം. അപ്പോൾ നമ്മുടെ പാലിതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കുതിർത്ത് മാറ്റി വെച്ച കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇത് ഈ പാലിൽ കിടന്നതിനെ നമുക്ക് വേകണം. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് 2 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നമുക്ക് കുറുകി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ അരിപ്പൊടി ഇട്ട് കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുറുകി കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ 2 മിനിറ്റും കൂടെ നമുക്കൊന്ന് വറ്റി വരണം. കൂടെ നമ്മുടെ കടലപ്പരിപ്പും വെന്ത് കിട്ടുകയും വേണം. അപ്പോൾ നിങ്ങൾ ഈ പാലിൽ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ ആരും ചെയ്യാതിരിക്കരുത്. നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. മൊത്തം 4 മിനിറ്റാണ് നമുക്ക് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാലും അരിപ്പൊടിയും കടലപ്പരിപ്പും കുറുകിയത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഈ ലെവലിലാണ് ഇരിക്കുന്നത്. ഇതുപോലെ കുറുകി ഈ ലെവലിലിരിക്കും. നന്നായിട്ട് ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഈ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ തരിയൊന്നും കാണാൻ പാടില്ല നമുക്ക്. നിങ്ങൾക്ക് അരഞ്ഞു കിട്ടുന്നില്ല, വെള്ളത്തിന്റെ അംശമൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പാല് ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഈ മധുരം ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഏത് പാത്രത്തിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിൽ നെയ്യ് തടവി നമുക്ക് മാറ്റി വെക്കാം. നല്ലോണം വശങ്ങളിലും എല്ലാം നല്ലോണം നെയ്യ് തേച്ച് നമുക്ക് മാറ്റി വെക്കണം. ഇനി ഇത് മാറ്റി വെക്കാം നമുക്ക്.
അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഞാൻ 3 കാര്യങ്ങൾ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ 2 മിനിറ്റ് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ശർക്കര പാനി ഉരുക്കി ഞാൻ മാറ്റി വെച്ചു. മൂന്നാമത് കുതിർത്ത നമ്മുടെ കടലപ്പരിപ്പ് ഉണ്ടല്ലോ, പാലിൽ ഒന്ന് വറ്റിച്ചെടുത്ത് നമ്മൾ തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി എടുക്കാം, ഫ്ലെയിം ഓണാക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ കടായി ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിൽ ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് നമുക്ക് ഉരുക്കി കിട്ടണം. അപ്പോൾ നമ്മുടെ നെയ്യ് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കടലപ്പരിപ്പ് അരച്ച പേസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഒരുപാട് നെയ്യ് കൂടിപ്പോയെന്ന് നിങ്ങൾ വിചാരിക്കരുത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടും. അത്ര നല്ല ടേസ്റ്റാണ്. അപ്പോൾ നെയ്യൊക്കെ ഇപ്പോൾ തന്നെ കാണാനില്ല. നെയ്യെല്ലാം ഇത് പിടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ 2 മിനിറ്റ് ഇളക്കിയപ്പോൾ തന്നെ കണ്ടല്ലോ പാനിൽ നിന്ന് ഉരുണ്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. തണുപ്പിച്ചെടുത്ത പാലാണ് ഇതിൽ മുഴുവനും ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് 250 ml കപ്പിൻ്റെ അളവാണ് എല്ലാം അളന്നെടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയെല്ലാം നമുക്കൊന്ന് ഉടച്ച് കിട്ടണം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ പാലിൽ കിടന്ന് തന്നെ ഇത് മുഴുവനും നമുക്ക് വറ്റി വരണം. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലൊന്ന് ചൂടായപ്പോൾ തന്നെ കട്ടകളെല്ലാം നമുക്ക് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3/4 സ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. പാനിൽ നിന്ന് നമുക്ക് ഒന്ന് വിട്ട് കിട്ടണം. പെട്ടെന്ന് തന്നെ നമുക്ക് കുറുകി കിട്ടും. ഇത് നമ്മുടെ കടലപ്പരിപ്പും അരിപ്പൊടിയൊക്കെ ചേർന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇപ്പം തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി പാനിൽ നിന്ന് നമുക്കൊന്ന് വിട്ട് കിട്ടണം. ഞാനൊന്ന് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് 2 മിനിറ്റ് ഇളക്കി കൊടുത്തപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. 2-3 മിനിറ്റ് കഴിയുമ്പോൾ പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരും. ഇനി നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒരു 3/4 കപ്പോ 1 കപ്പോ ചേർത്ത് കൊടുത്താൽ മതി. ഇനി മുഴുവൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ. ഇനി ഈ ശർക്കര പാനിയിൽ കിടന്നൊന്ന് വറ്റി വരണം നമുക്ക്. നല്ല മണം വരുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയെല്ലാം ഇത് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഉടഞ്ഞു വന്നോളും. കൈവിടാതെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് വന്നപ്പോൾ തന്നെ കട്ടകളെല്ലാം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഏകദേശം പാനിൽ നിന്ന് ഇവിടെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ച തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് കുറുകി വന്നോളും. ഇനി അവസാനമായിട്ട് കുറച്ച് നട്ട്സ് പൊടിച്ചത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബദാം ചെറുതായിട്ട് മുറിച്ചത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഈ സ്റ്റേജിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫാക്കാം. നമുക്ക് ഹൽവ പോലെയൊക്കെ നമുക്ക് ഇതുപോലെ കോരി കഴിക്കാം. അപ്പോൾ നമുക്ക് മുറിച്ചാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലോണം ബോൾ പോലെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമെല്ലാം മാറി നമുക്ക് വറ്റി ബോൾ പോലെ ഉരുണ്ട് വരണം. എന്നാൽ മാത്രമേ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാനിൽ നിന്ന് ഉരുണ്ട് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ചെറിയ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. ഇനിയൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ പാനിൽ നിന്ന് നല്ലോണം വിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ എല്ലാം വറ്റി വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി ബോൾ പോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1 സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഫ്ലെയിം നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ചോ ഒരു തടുത്തവി വെച്ചോ നമുക്ക് ഇതുപോലെ ലെവൽ ചെയ്ത് സൈഡൊക്കെ നല്ലോണം ലെവൽ ചെയ്ത് ശരിയാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് സെറ്റ് ചെയ്ത് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് ഇത് തണുത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ഈ പലഹാരം ചൂടെല്ലാം മാറി നല്ല തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിക്ക് ഇതുപോലെ നട്ട്സ് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഞാൻ എല്ലാം മുറിച്ചെടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അഥവാ നിങ്ങൾക്ക് സെറ്റായിട്ട് വന്നിട്ടില്ല എങ്കിൽ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി ഒന്ന് മുറിച്ചെടുത്താൽ നല്ലോണം തന്നെ മുറിഞ്ഞ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെയുള്ള എണ്ണയില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള നല്ല നല്ല പലഹാരങ്ങൾക്ക് വേണ്ടി ഷമീസ് curryworld സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.